കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്ന പശുക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് ബംഗാളിലെ BJP MLA വല്ലതും മനസ്സിലായ? അറത്തിട്ട് പീസാക്കിയിട്ട് വിൽപ്പന ചെയ്യാൻ കൊണ്ടുപോകില്ലേ? ആ പശുക്കളുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നാണ്, ജനന സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നാണ് ബംഗാളിലെ BJP MLA പറയുന്നത്. ഇവറ്റകളൊക്കെ എന്താ ഇങ്ങനെയല്ലേ? അതുകൊണ്ട് കേരളത്തിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഒക്കെ ഒരു അമ്മ പറ്റ മക്കളെ പോലെയാണ് ഇവറ്റകള്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമാതിരി പൊട്ടത്തര വിളിച്ചു പറയുള്ളൂ. എന്നിട്ടോ എന്തോ കാര്യപ്പെട്ട കാര്യം പറഞ്ഞു എന്നുള്ള ഭാവത്തിലാണ് അമ്മാട്ടൊപ്പൊക്കെ. കുറച്ചെങ്കിലും ഒരു ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ മന്ന ബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ഇവറ്റകളെ. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഈ പശുക്കളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ല, ഇനിയിപ്പോ നമ്മള് അടിയാധാരൊക്കെ എടുക്കാൻ പോകുമല്ലോ വില്ലേജിൽ നിന്ന്, അതുപോലെ വല്ല സംഭവവികാസം പശുവിനെ ഓൾറെഡി ഉണ്ടാവോ? അല്ല, അറിയാൻ മേലാതെ ചോദിക്കുകയാണ് കേട്ടാ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം ബീഫ് വെട്ടിനുറുക്കി കട്ട് ചെയ്ത് പാക്കാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ട് 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്ത്യ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് അയക്കുന്ന ഒറ്റകളുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ആരുടെ കയ്യിലാവും ഉണ്ടാവുക? അറിയാൻ മേലാതെ ചോദിക്കണ്ട. വല്ലാത്ത അവസ്ഥ അല്ലേ? ഇവിടെ 145 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ചങ്ങായിണ്ട്, മൂപ്പരാളുടെ സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ് ഇട്ടാ ചോദിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലത്തോളമായി. നാളിതുവരെ സർട്ടിഫിക്കറ്റ് പോയിട്ട്, ബിരുദ സർട്ടിഫിക്കറ്റ് പോയിട്ട് പഠിച്ച യൂണിവേഴ്സിറ്റിയോ കൂടെ പഠിച്ചവരെ പോലും അറിയാത്ത, അല്ല ഇനിയിപ്പോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് തരം ബിരുദമായിരിക്കും അത്? നൊണ്ണ പറയൽ ബിരുദമായിരിക്കും. അതിലൊരു യൂണിവേഴ്സിറ്റി ഇങ്ങാരണ്ടാവും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അല്ല. 15 കോടിയൊക്കെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയാ? അല്ല, അറിയാൻ മേലാതെ ചോദിക്കുകയാണ് കേട്ടാ. വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഒരു കാര്യമല്ല.